കമ്പനി പറയുന്നതിൻ്റെ അടുത്ത് പോലും മൈലേജ് കിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, സ്ഥിരം ഓടുന്ന വാഹനം അല്ലെങ്കിൽ നല്ല ഓട്ടമുള്ള വാഹനത്തിൻ്റെ പവർ ഔട്ട്പുട്ട് പക്കയായിരിക്കും. അതുകൊണ്ടാണ് സുഹൃത്തിൻ്റെ വാഹനം ഓടിച്ചപ്പോൾ അതിന് നല്ല പവറുണ്ട്, പക്ഷേ എൻ്റെ വാഹനത്തിന് പവറില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരേ വാഹനമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓട്ടമുള്ളൊരു വാഹനം, അതായത് സ്ഥിരം ഓടുന്നൊരു വാഹനം, ഓട്ടം കുറവുള്ള വാഹനം തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതായത് എന്തൊക്കെയാണ് ഇത് രണ്ടും തമ്മിൽ വരാൻ സാധ്യതയുള്ള വ്യത്യാസങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഓട്ടമുള്ള വാഹനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏകദേശം ഒരു വർഷം 10,000 കിലോമീറ്റർ ഓടുന്നൊരു വാഹനമാണ്. നമുക്ക് ഏകദേശം ഒരു ഓട്ടമുള്ളൊരു വാഹനം, അല്ലെങ്കിൽ നല്ല രീതിക്ക് ഓടുന്നൊരു വാഹനം, അല്ലെങ്കിൽ നല്ല രീതിക്ക് റണ്ണിങ് ഉള്ളൊരു വാഹനം എന്ന് പറയുന്നത് ഒരു വർഷം മിനിമം 10,000 കിലോമീറ്റർ പ്ലസ് ഒക്കെ ഓടുന്ന വാഹനമാണ്. എന്നാൽ ഓട്ടം കുറവെന്ന് പറയുമ്പോഴത്തേക്കും വർഷത്തിൽ ഒരു 1000 കിലോമീറ്റർ ഓടി, അല്ലെങ്കിൽ ഒരു 5000 കിലോമീറ്റർ ഒക്കെ ഓടുന്നതാണ് ഓട്ടം കുറവുള്ള വാഹനം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കുറവുള്ള വാഹനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് വർഷത്തിലൊരു 800 കിലോമീറ്റർ പോലും ഓടാത്ത വാഹനം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലെ പ്രധാന പ്രശ്നം ഈ ഓട്ടം കുറവുള്ള വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നൊരു കാര്യം. അതായത് നമ്മൾ പറയുന്ന പോലെ ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ടാകില്ല. അതായത് ഫ്യൂവൽ എഫിഷ്യൻസി പ്രതീക്ഷിക്കേണ്ട നമുക്ക് കിട്ടത്തില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ വാഹനം വർഷത്തിൽ 800 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ദിവസം ശരാശരി വാഹനം എത്ര ഓടുന്നുണ്ടായിരിക്കും? പോട്ടെ, ഒരു മാസം ശരാശരി എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടായിരിക്കും? വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ ഈ കസ്റ്റമേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന മൈലേജ് ഇല്ലെന്നുള്ളത്. കാരണം എനിക്ക് അങ്ങനെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, ഓൾട്ടോ 800ൻ്റെ കസ്റ്റമർ. ഇപ്പോഴും എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ആ വാഹനം ഒരു 2000 ഓടി കാണത്തില്ല, 5 വർഷം എങ്ങാണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. 2000 ഓടിയിട്ടില്ല എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അത്രയും കുറേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൈലേജാണ്. ഓട്ടമുള്ള വാഹനത്തിന് പക്കായിട്ട് മൈലേജ് കിട്ടും. അതായത് കമ്പനി പറയുന്നതിനെ കഴിഞ്ഞും കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് തന്നെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. എന്നാൽ ഓട്ടം കുറവുള്ള വാഹനത്തിന് കമ്പനി പറയുന്നതിൻ്റെ അടുത്ത് പോലും മൈലേജ് കിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ വാഹനം ചൂടായി കഴിഞ്ഞ്, അതായത് വാഹനം ഒരു നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് എത്തിയതിന് കൃത്യമായിട്ടുള്ള വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് എത്തിയതിന് ശേഷം മാത്രമുള്ളൂ ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ അത് കിട്ടാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു സാഹചര്യം കൊടുക്കുന്നില്ല. അതിന് മുമ്പേ വാഹനം ഓഫാകും. അത് മെയിനായിട്ടൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം പവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതായത് സ്ഥിരം ഓടുന്ന വാഹനം അല്ലെങ്കിൽ നല്ല ഓട്ടമുള്ള വാഹനത്തിൻ്റെ പവർ ഔട്ട്പുട്ട് പക്കയായിരിക്കും. അതുകൊണ്ടാണ് പലരും പറയുന്നത്, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വാഹനം ഓടിച്ചപ്പോൾ അതിന് നല്ല പവറുണ്ട്, പക്ഷേ എൻ്റെ വാഹനത്തിന് പവറില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരേ വാഹനമാണ്, പക്ഷേ കിലോമീറ്റർ അതിന് കൂടുതലായിരിക്കും, നമ്മുടേതിന് കുറവായിരിക്കും. എന്തുകൊണ്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഫുൾ ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മളവിടെ ജനറേറ്റ് ചെയ്യിക്കുന്നില്ല. കാരണം ഈ വാഹനം ചെറുതായിട്ടേ ഓടുന്നുള്ളൂ. ഈ വാഹനത്തിൻ്റെ ഫുൾ എഫിഷ്യൻസി തന്നെ പുറത്തെടുക്കാൻ പറ്റുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ കാര്യം തന്നെ പറയാം. നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഒരാൾ ഓടി വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇതിലാരാണ് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് പറഞ്ഞാൽ ഓടി നടക്കുന്ന ആളായിരിക്കും എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. കാരണം ഒരു ഓട്ട മത്സരം വെച്ചാൽ പോലും സ്ഥിരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവനൊരു പരിധി കൂടുതൽ ഓടില്ല. ഓടി നടക്കുന്ന ഒരാളാണെങ്കിലും അവൻ നന്നായിട്ട് ഓടും. ഇതിൻ്റെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓടാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഓരോ പാർട്സിനായിട്ട് പ്രശ്നങ്ങൾ വരും. മുട്ടുവേദന, തലവേദന, ആ വേദന, ഈ വേദന, ഇതൊക്കെ വരും. പക്ഷേ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കോ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഓട്ടം കുറവുള്ള വാഹനം എടുത്തിട്ട് നിങ്ങൾ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പണി വരുന്ന വഴി നിങ്ങൾ അറിയത്തില്ല. പണി കിട്ടും അവർ അച്ച എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു പണി കിട്ടുന്നൊരു കേസായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം ഓട്ടം വേണം. ഓട്ടം കുറവുള്ള വാഹനങ്ങൾ കഴിവതും സെക്കൻഡ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക, തീരെ ഓട്ടം കുറവുള്ള വാഹനങ്ങൾ. അപ്പോൾ ഈ ഒരു കേസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി പവറിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. പിന്നെ വെയർ ആൻഡ് ടയർ. ഓട്ടം കുറവുള്ള വാഹനത്തിൻ്റെ വെയർ ആൻഡ് ടയർ വളരെ കുറവായിരിക്കും. ഓട്ടം ഉള്ള വാഹനത്തിൻ്റെ വെയർ ആൻഡ് ടയർ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ അവിടെ വെയർ ആൻഡ് ടയർ ഉണ്ടെങ്കിലും സർവീസ് പ്രോപ്പർ ആണെങ്കിൽ ആ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും. ഇവിടെ വെയർ ആൻഡ് ടയർ കുറവാണെന്ന് പറഞ്ഞാൽ പോലും ഈ വാഹനം എപ്പോഴെങ്കിലും ഓടാൻ തുടങ്ങുമ്പോഴത്തേക്കും മൊത്തത്തിൽ വെയർ ആൻഡ് ടയർ ആയിരിക്കും. അതായത് മറ്റത് ചിലപ്പോൾ ഒരു 50,000 കിലോമീറ്റർ കൊണ്ട് വന്നിരിക്കുന്ന ഒരു വെയർ ഇവിടെ ചിലപ്പോൾ ഒരു 10,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ആകും. ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട്